സത്യമാണോ? എന്താ നിന്റെ ഉദ്ദേശം? മരണവെപ്രാളം പിടിച്ച് നീ എങ്ങോട്ടേ ഓടുന്നു? മാറി നിക്ക്. എനിക്ക് അർച്ചനയെടുത്തി കാണണം. നീ പോയി മര്യാദയ്ക്ക് തിരിച്ചു പോ. ആ ഔട്ട് ഹൗസിൽ എങ്ങനെ പോയിരിക്കേ. അർച്ചനെ ആരെങ്കിലും ഹോസ്പിറ്റലാക്കിക്കോളും. നിങ്ങൾക്ക് കണ്ണീ ചൊരയില്ലേ? സ്നേഹിക്ക് അസുഖം വന്നപ്പോ അർച്ചനേട്ടത്തി അതൊന്നും ഓർത്തില്ലല്ലോ. സ്വന്തം ജീവൻ പോലും പണയം വെച്ചല്ലേ സ്നേഹ അർച്ചനേട്ടത്തി നോക്കിയത്. ഇവൾക്ക് അസുഖം വന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞു. ആരും കേട്ടില്ല. എന്നിട്ടിപ്പോ എന്തായി? അർച്ചനയ്ക്ക് രോഗം പറഞ്ഞില്ലേ? അർച്ചനേട്ടത്തിയുടെ രോഗം അവരുടെ തൊലിയുടെ പുറത്താ. നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിനകത്താ. ഞാനൊരു പാവയല്ല. കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി എനിക്കുണ്ട്. എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോഴാ നിങ്ങളുടെയൊക്കെ യഥാർത്ഥ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരു ദിവസം ഫോണിൽ പോലും ഒന്നും വിളിച്ചു ചോദിച്ചിട്ടില്ലല്ലോ. ആ ഫോണിൽ കൂടി രോഗം പകരുമെന്ന് ആരെങ്കിലും പറഞ്ഞു കാണും. പാവ അർച്ചനെടുത്തി എനിക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടു എന്നറിയോ? രാത്രി ആ പാവ ഒരു ഷീറ്റ് വിരിച്ച് ആ നിലത്ത് കിടന്നാ ഉറങ്ങിയത്. ഞാൻ എന്തൊക്കെ ആ പാവത്തിന് പറഞ്ഞിട്ടുണ്ട്, എത്ര ശത്രുതയോടെ അവരോട് പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും ഓർക്കാതെ എനിക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടത് ഞാൻ മറക്കില്ല. ഈ പറയുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. എന്നിട്ടിപ്പോ അർച്ചനടത്തേക്ക് അസുഖം വന്നപ്പോ ഞാൻ മാറി നിൽക്കണോ അല്ലേ? എനിക്ക് സൗകര്യമില്ല. അത് പിന്നെ നിനക്ക് എന്തറിയാം? നിനക്ക് രോഗം വന്നപ്പോ നിന്നെ നോക്കാൻ ഞാനാ അർച്ചനോട് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതും ചെയ്തതൊക്കെ എനിക്കറിയാം. അതിന് എന്നെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കണ്ട. അന്ന് ധനുഷ് നിങ്ങളെ ഫോണിൽ വിളിച്ചപ്പോ നിങ്ങൾ പറഞ്ഞതൊന്നും ആരും കേട്ടില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? കേൾക്കേണ്ടവരത് കേട്ടു, എന്നോട് പറയുകയും ചെയ്തു. മാറി നിൽക്കാൻ